ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികൾ സമൂഹമേ, നിങ്ങളെ ഏവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്നത് ഈ വർഷത്തെ 346 ദിവസം, ഈ മാസത്തെ 12 ദിവസം, വെള്ളിയാഴ്ച ദിവസം. ഇന്നത്തെ ധ്യാനവിഷയം എന്നത് ദൈവം മാറ്റമില്ലാത്തവൻ ആണ്. ദൈവം മാറ്റമില്ലാത്തവൻ ആണ്. സർവശക്തനും ആദിമന്തവും ഇല്ലാത്തവനും ജീവിച്ചിരിക്കുന്നവനുമായ നമ്മുടെ ദൈവം മാറ്റമില്ലാത്തവനാണ്. അവൻ്റെ പദ്ധതികൾക്ക് മാറ്റമില്ല. അവൻ്റെ വാഗ്ദാനങ്ങൾക്ക് മാറ്റമില്ല. ദൈവം വരമായി തരുന്ന സമാധാനം ഒരിക്കലും മാറിപ്പോകുകയില്ല. അവൻ തരുന്ന ശക്തി ഒരിക്കലും മാറിപ്പോകുകയില്ല. അവൻ്റെ നിർണയം അഥവാ ഉദ്ദേശത്തിന് ഒരു മാറ്റവും ഉണ്ടാകുകയില്ല. അവൻ തരുന്ന നിത്യജീവന് ഒരിക്കലും മാറ്റമുണ്ടാവുകയില്ല. അവൻ്റെ സ്നേഹത്തിന് ഒരിക്കലും മാറ്റമുണ്ടാവുകയില്ല. അവൻ്റെ സ്വഭാവത്തിന് ഒരിക്കലും മാറ്റമുണ്ടാകുകയില്ല. നാം ചെയ്യേണ്ടതായ കാര്യങ്ങൾ നമ്മൾ കൃത്യസമയത്ത് ചെയ്യുന്നു എങ്കിൽ മാറ്റമില്ലാത്തവനായ ദൈവം എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടാവും. ദൈവം മാറ്റമില്ലാത്തവനാണ് എന്ന് സൂചിപ്പിക്കുന്ന തിരുവചനങ്ങൾ നമുക്ക് ഒന്ന് നോക്കാം. ഒന്നാമത്തത്, അതായത് പദ്ധതികൾക്ക് മാറ്റമില്ലാത്ത ദൈവം. മഹത്വമുള്ളവനായ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 46 10 പ്രകാരം പറയുന്നു: ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. എൻ്റെ ആലോചന നിവൃത്തിയാകും. ഞാൻ എൻ്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും എന്ന് ഞാൻ പറയുന്നു. ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ പ്രസ്താവിക്കുന്നു. എൻ്റെ ആലോചന നിവൃത്തിയാകും. ഞാൻ എൻ്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും എന്ന് ഞാൻ പറയുന്നു. നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, മഹത്വമുള്ളവനായ യെശയ്യാ പ്രവാചകൻ പറയുന്നു, ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് മാറ്റമുണ്ടാവുകയില്ല എന്ന്. BC 680 ആണ് ഈ പ്രവചന ഗ്രന്ഥം യെശയ്യാ പ്രവാചകൻ എഴുതിയത്. 66 അധ്യായങ്ങളും 1296 വാക്യങ്ങളുമാണ് ഈ പ്രവചന ഗ്രന്ഥത്തിൽ ഉള്ളത്. ഈ പ്രവചന ഗ്രന്ഥത്തെ വേദ പണ്ഡിതന്മാർ പഴയ നിയമത്തിലെ സുവിശേഷം എന്നാണ് പറയുന്നത്. എത്ര ഉറച്ച തീരുമാനമാണ് ദൈവം പറയുന്നത്! അത് മനസ്സിലാക്കി നാം നമ്മുടെ പിതാക്കന്മാർ കാണിച്ചു തന്നതായ ആ പാതയിലൂടെ സഞ്ചരിക്കുന്നുവെങ്കിൽ ദൈവം നമുക്ക് തരുന്നതായ എല്ലാ വാഗ്ദാനങ്ങളും അവൻ നമുക്ക് നിറവേറ്റി തരും എന്നതിന് നമുക്ക് യാതൊരു സംശയവും ഉണ്ടാകുകയില്ല. കാരണം ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ഒരിക്കലും ദൈവം കൈവിടുകയില്ല എന്നുള്ളത് നമ്മുടെ പിതാക്കന്മാരിലൂടെ നാം മനസ്സിലാക്കി കഴിഞ്ഞു. എപ്പോഴും ഇടപെടാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുകയും സൽപ്രവൃത്തികൾ ചെയ്യുകയും കൂദാശകളിൽ സംബന്ധിക്കുകയും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുക മാത്രമല്ല കുർബാന അനുഭവിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ, സഭയുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് നാം പ്രവർത്തിക്കുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അത് നമ്മൾ ഓരോരുത്തരും അനുഭവസ്ഥരുമാണ്. അങ്ങനെ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നതായ നല്ല കാര്യങ്ങൾ നമ്മുടെ അന്തരങ്ങളെ തിരിച്ചറിയുന്നവനായ ദൈവം നമ്മുടെ പ്രവൃത്തികളെ കണ്ട് നമ്മുടെ സൽപ്രവൃത്തികൾക്ക് പ്രതിഫലം തരാതിരിക്കില്ല എന്നത് നമുക്കേവർക്കും അറിയാം. അബ്രഹാം വിശ്വാസം ഉള്ളവനായി ദൈവത്തിൽ വിശ്വസിച്ച് നടന്നത് മൂലം അവനെ വിശ്വാസികളുടെ പിതാവായി അവനെ തിരഞ്ഞെടുത്തു. അതിനുശേഷം അവനോട് ചെയ്തതായ വാഗ്ദത്തം, നിന്റെ സന്തതികൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽത്തരി പോലെയും വർദ്ധിക്കുമെന്ന് പറഞ്ഞത് അവന് സാധിച്ചു കൊടുത്തു. അതിനൊക്കെയും നാം ചെയ്യേണ്ടത് നമ്മൾ അല്പം ക്ഷമയോടുകൂടി അവൻ്റെ ആ വാഗ്ദാനങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദൈവം ഒരിക്കലും നോ എന്ന് പറയുകയില്ല. എന്നാൽ പറയും, രണ്ടാമത് പറയുന്നത് വെയിറ്റ് എന്ന് പറയും. അഥവാ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ശരിയാണെങ്കിൽ ആ നിമിഷം തന്നെ അത് സാധിച്ചു തരും. അതുമല്ലെങ്കിൽ മൂന്നാമത് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി നീ ചോദിച്ചതല്ല, വേറൊരു പദ്ധതി പ്ലാൻ ചെയ്തിട്ടുണ്ട്, അത് നിനക്ക് ഞാൻ സാധിച്ചു തരുമെന്ന് പറഞ്ഞ് അത് നമുക്ക് സാധിച്ചു തരും എന്നതിന് യാതൊരു സംശയവുമില്ല.
അങ്ങനെ നമ്മളുടെ പിതാക്കന്മാർ നമുക്ക് വാമൊഴിയിലൂടെയും വരമൊഴിയിലൂടെയും പറഞ്ഞു തന്നതായ ഓരോ കാര്യങ്ങൾ വേദപണ്ഡിതന്മാർ എഴുതി വച്ചിരിക്കുന്നത് കൃത്യമായി വായിച്ച് മനസ്സിലാക്കുന്നുവെങ്കിൽ നമുക്ക് ഒരിക്കലും ദൈവത്തിൽ ആശ്രയിക്കാതെ ജീവിക്കുവാൻ സാധ്യമല്ല. നമ്മളുടെ കഴിവുകളിൽ നാം വിശ്വസിക്കുന്നുവെങ്കിൽ അത് നാം ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും. ദൈവം തന്നതാണ് നമ്മുടെ ബുദ്ധിയും ശക്തിയും സ്വത്തും മക്കളും എല്ലാം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അവൻ ഇയ്യോബ് പറഞ്ഞ കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അവന് നാശം സംഭവിച്ചപ്പോഴും അവൻ ദൈവത്തിനെ പഴിക്കാതെ യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞ് അവൻ ദൈവത്തിൽ ധ്യാനിച്ചുകൊണ്ട് അവന് ഇത്രമാത്രം പറഞ്ഞു, ദൈവമേ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്, എനിക്കിതൊക്കെ എന്ത് സംഭവിച്ചു എന്ന് മാത്രമേ അവൻ ചോദിച്ചുള്ളൂ. അവൻ്റെ കൂട്ടുകാരും അവൻ്റെ ഭാര്യയും ഒക്കെയും അവനെ പഴിച്ചപ്പോഴും അവൻ ദൈവത്തെ പഴിക്കാതിരുന്ന് അവൻ ദൈവത്തിൽ ഉറച്ചു നിന്നതുകൊണ്ട് അവന് അവൻ്റെ സമ്പത്ത് ഇരട്ടിയായും അവൻ്റെ മക്കളെയും ഒക്കെ അവന് തിരിച്ചു കിട്ടിയതായി നാം വേദഭാഗത്ത് വായിക്കുന്നുണ്ട്. യോബിൻ്റെ പുസ്തകത്തിൽ 42 അധ്യായങ്ങളും 1070 വാക്യങ്ങളും ഉള്ളത് നമ്മൾ ശ്രദ്ധയോടുകൂടി വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തിന് ഒരിക്കലും ഒരു കോട്ടം സംഭവിക്കത്തില്ല എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതായ കാര്യങ്ങൾ നമ്മൾ സമയാസമയങ്ങളിൽ ചെയ്യുന്നുവെങ്കിൽ, ദൈവത്തിന് സ്തോത്രം പാടുന്നുവെങ്കിൽ നാം അനുഗ്രഹിക്കപ്പെടും. നാം ദൈവവിധലായി ബാക്കി ജീവിതം ജീവിക്കുന്നുവെങ്കിൽ ഈ ജീവിതം സഫലമാകുകയും സ്വർഗരാജ്യത്തിൽ ഒരു അവകാശം ഉണ്ടാക്കി എടുക്കുവാനും നമുക്ക് സാധിക്കും. ലാസറിനെ കണ്ടിട്ട് ദൈവത്തോട് യാചിക്കുന്ന ധനവാനെ പോലെ ആകാതിരിപ്പാൻ നമുക്കും ശ്രമിക്കാം. അതായത് ലൂക്കോസ് എവൻഗേലിയോസ്തായുടെ രക്ഷാസുവിശേഷം 16-ാം അധ്യായം 30-ാം വാക്യത്തിൽ പറയുന്നത് നാം ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.